ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, പാകിസ്ഥാൻ ഇന്ത്യക്കടുത്തുള്ള വഗാൻ ഇടനാഴി പിടിച്ചെടുത്താൽ ഇന്ത്യ എന്ത് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മളൊരു ഇമാജിനേറ്റീവ് സിറ്റുവേഷനാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, അതെങ്ങനെ ഈ മേഖലയെ ബാധിക്കാം, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ വീണ്ടും എടുത്തെടുത്ത് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് രാഷ്ട്രീയത്തിലോ ഇൻ്റർനാഷണൽ റിലേഷൻസിലോ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. സ്ഥിരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പെർമനൻറ്റ് ഇൻട്രസ്റ്റുകളാണുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചില സമയങ്ങളിൽ ചില രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. ചില സമയം ചില സംഘടനയായിട്ടുള്ള ബന്ധം നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 75 കൊല്ലത്തിൽ കൂടുതലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം, അപ്പോൾ ഇന്ത്യയുടെ ഒരു രീതി പറഞ്ഞ സഹോദര രാജ്യമായ പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുടെ ഒരു വലിയ ശത്രുവായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശീതയുദ്ധത്തിലാവട്ടെ, ശീതയുദ്ധത്തിന് ശേഷമാവട്ടെ, കഴിഞ്ഞ ഒരു 77 കൊല്ലം കൊണ്ട് നമ്മൾ തമ്മിൽ 4 യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വളരെ ശത്രുക്കളാണ്. അപ്പോൾ അതിന് പല വിധത്തിലുള്ള കോംപ്ലക്സിറ്റികളുണ്ട്. അപ്പോൾ 4 യുദ്ധങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഉൾപ്പെടെ, ഈ നൂറ്റാണ്ടിൽ യുദ്ധമല്ല വേറെ ചില ഇൻസർജൻസീസാണ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു തർക്ക വിഷയമാണ് കശ്മീർ. അപ്പോൾ കാശ്മീരിൻ്റെ വലിയൊരു ഭാഗം, പാക് അധീന കശ്മീർ എന്ന് പറയുന്ന ഒരു 30-40% ഭാഗം ഇപ്പോഴും പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡി ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ കീഴിലാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡ്. അങ്ങനെ പാകിസ്ഥാനായിട്ട് നമുക്ക് വളരെ പ്രശ്നമുണ്ട്. ഇതിലേക്ക് മൂന്നാമത്തെ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഉദാഹരണം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൗഹൃദം, ശീതയുദ്ധത്തിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള സഹകരണം, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വേറെ പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണം ബംഗ്ലാദേശ്, അതുപോലെ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന് വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ജനസംഖ്യയോ സമ്പദ് വ്യവസ്ഥയോ സൈന്യമോ ഇന്ത്യയുടെ പീറുമായിട്ട് അടുക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ ഒരു നിഴൽ യുദ്ധമാണ് ഇന്ത്യയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് ഭീകരവാദം, അതിർത്തി കടന്നുള്ള ഭീകരവാദം അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ടെററിസം. അപ്പോൾ നമ്മുടെ കാശ്മീരിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പല ഇസ്ലാമിക് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ ഇ തോയ്ബ, പുതുതായിട്ട് പ്രഖ്യാപിച്ച ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, ഇതിനെല്ലാം എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന പാകിസ്ഥാനാണ്. അവർക്ക് വേണ്ട ഫണ്ടിങ്, അവർക്ക് വേണ്ട ട്രെയിനിങ്, അവർക്ക് വേണ്ട ആയുധങ്ങൾ, അവർക്ക് വേണ്ട ലോജിസ്റ്റിക്സ്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് അവർ LOC അല്ലെങ്കിൽ നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിൽ പലപ്പോഴും ഭീകരാക്രമണം നടത്താറ്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരതയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കാശ്മീരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ നമ്മുടെ മുംബൈ ആക്രമണം അടക്കമുള്ള വലിയ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ്റെ പങ്ക് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വളരെയധികം താഴ്ന്നൊരവസ്ഥയിലാണ്. ഇനി നമ്മൾ ഭൂമിശാസ്ത്രം നോക്കുവാണെങ്കിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഭൂമിശാസ്ത്രം നോക്കുവാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം കാശ്മീർ നമ്മൾ മൊത്തം ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും പാക് അധീന കശ്മീർ അത് പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പാക് അധീന കശ്മീരിൻ്റെ ഭാഗത്തിന് അഫ്ഗാനിസ്ഥാനുമായിട്ടും മധ്യേഷ്യയിലെ തജിക്കിസ്ഥാനുമായിട്ടൊക്കെ ബോർഡറുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ത്യക്ക് കാശ്മീർ കിട്ടുവാണെങ്കിൽ അതെല്ലാം കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റോഡുകൾ ഇന്ത്യയിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, തജിക്കിസ്ഥാനിൽ നിന്ന് ബാക്കിയുള്ള സെൻട്രൽ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും പോയേനെ. അത് സാമ്പത്തികപരമായിട്ട് ഇന്ത്യ വളരെയധികം സഹായിച്ചേനെ. ഇന്ത്യൻ ചരക്കിന് ഈ മധ്യേഷ്യ വഴി റഷ്യയിലേക്കും യൂറോപ്പിലേക്കൊക്കെ എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ചരിത്രവും ഭൂമിശാസ്ത്രവും നമുക്കെതിരായിട്ടാണ് ആക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ എന്നും ഒരു തടസ്സം പോലെ നിൽക്കുവാണ് ഇന്ത്യയുടെ വ്യാപാരത്തിന്. ഇന്ത്യയുടെ വ്യാപാര വസ്തുക്കളൊന്നും അവിടെ നിന്ന് പോകാനായിട്ട് സമ്മതിക്കില്ല. ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നോക്കുവാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് വക്കാൻ കോറിഡോർ. അപ്പോൾ നമുക്ക് മാപ്പ് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വലിയൊരു മാപ്പിൽ വക്കാൻ കോറിഡോർ കാണാം. അപ്പോൾ ആ ഒരു റീജിയണിൽ കൂടി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനൊക്കെ ചെറിയ രീതിയിലൊരു അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് പറയാം. പക്ഷേ പ്രാക്ടിക്കലി ഇത് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. അപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീരിൻ്റെ അടുത്താണ്. ഈ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷാൻ എന്ന് പറഞ്ഞൊരു പ്രവിശ്യയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചൈനയുടെ സിൻജിയാങ്ങിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ, ഒരു ലാൻഡ് സ്ട്രിപ്പാണ് വക്കാൻ കോറിഡോർ. അപ്പോൾ ഇതിൻ്റെ നീളം പറയുവാണെങ്കിൽ ഏകദേശം 217 മൈൽ നീളവും വളരെ വീതി കുറവാണ്. ഒരു 8-9 മൈൽ വീതിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭൂമിശാസ്ത്രം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ കോറിഡോറിൽ തന്നെയാണ് ഹിന്ദുക്കുഷ് മലനിരകളും കാരക്കോറം മലനിരകളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൂഗിൾ മാപ്പിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും
അവിടെ ഈ ചെറിയ വേര് പോലെ വെള്ള കളറാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് സാറ്റലൈറ്റിൽ നിന്നുള്ള ഈ മഞ്ഞുമലകളുടെ ഒരു ഇമേജാണ്. അപ്പോൾ ഈ റീജിയൻ നിറയെ മലകളാണ്, മലകളും കുന്നുകളും. അപ്പോൾ അതിലൊക്കെ മഞ്ഞ് വീഴുന്ന ടൈപ്പ് ഏരിയയാണ്. അപ്പോൾ വളരെ ഉയർന്നൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ കുറച്ച് ജനസംഖ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ലോകത്തിലെ ജിയോ പൊളിറ്റിക്സ് നോക്കുവാണെങ്കിൽ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തെ ചൈനയുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതും പിന്നെ വീണ്ടും മധ്യേഷ്യയുമായിട്ട് ഈ തജിക്കിസ്ഥാനൊക്കെ ആയിട്ട് കണക്ഷനുള്ള, അതുപോലെ സൗത്ത് ഏഷ്യ പാകിസ്ഥാനുമായിട്ടും ഇന്ത്യയായിട്ട് കണക്ഷനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വക്കാൻ കോറിഡോർ. ഇപ്പോൾ ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് നമ്മുടെ യുറേഷ്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏരിയ ആയിരിക്കാം വക്കാൻ കോറിഡോർ. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചുറ്റുമുള്ള രാജ്യങ്ങളെ, ഉദാഹരണം ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തജിക്കിസ്ഥാൻ, ഇവിടെ എല്ലാം ബാധിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ബന്ധത്തെ പറ്റിയാണ്. അപ്പോൾ നേരത്തെയുള്ള പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന് പറഞ്ഞ ഒരു റിബൽ ഗ്രൂപ്പ്, ഒരു മിലിറ്ററി ഗ്രൂപ്പിനെ എല്ലാ വിധത്തിലും സഹായിച്ചത് പാകിസ്ഥാനാണ്. സാമ്പത്തികമായിട്ടും ലോജിസ്റ്റിക്സും ട്രെയിനിങ്ങും ആയുധങ്ങളും എല്ലാം കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാനിലുള്ള ബേസിൽ ഇരുന്നാണ് അവർ എല്ലാം ചെയ്തത്. അപ്പോൾ 2021 താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണത്തിലേക്ക് കയറി. അപ്പോൾ നമ്മളൊരു വലിയ മാറ്റം കണ്ടു. ഒരിക്കൽ അടയൻ ചക്കരയായിരുന്ന പാകിസ്ഥാനും താലിബാനും പയ്യെ പയ്യെ തെറ്റാൻ തുടങ്ങി. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ പണ്ട് അമേരിക്കയ്ക്കെതിരെ പൊരുതിയൊരു റിബൽ ഗ്രൂപ്പ് അല്ല ഇപ്പോൾ താലിബാൻ. ഇപ്പോൾ താലിബാൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നാലും അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നൊരു സംഘടനയാണ്. അപ്പോൾ അവർ അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ താല്പര്യങ്ങൾ അവരവരുടെ താല്പര്യങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കൊളോണിയൽ കാലത്തുള്ള പല തർക്കങ്ങളുണ്ട്. ബേസിക്കലി ഇവർ തമ്മിലുള്ള ബോർഡറിനാണ് ഡുറാൻഡ് ലൈൻ എന്ന് പറയുന്നത്. അത് വരച്ചാരാണ്? ബ്രിട്ടീഷുകാർ. അത് വരച്ചപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു മെജോറിറ്റിയായ പത്താന്മാർ കുറേ പേര് പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തെയും ജനങ്ങൾക്ക് തമ്മിൽ ഭയങ്കര റിലേഷൻസ് ഉണ്ട്. ഇപ്പോൾ വിവാഹബന്ധവും സുഹൃത്ത് ബന്ധവും എല്ലാം ഉണ്ട്, വ്യാപാര ബന്ധമുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഈ പല കാലത്ത് ഇവിടെ ഒരു സ്ട്രിക്റ്റ് ബോർഡർ ഉണ്ടായിരുന്നില്ല. അവിടെ മുള്ളുവേലി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഫ്ഗാൻ യുദ്ധകാലത്തൊക്കെ ലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കച്ചവടത്തിനും ചികിത്സയ്ക്കും എല്ലാം പോകും. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ സീൽ ചെയ്യാനാണ്. അപ്പോൾ അവരതിനെ മുള്ളുവേലി കെട്ടുന്നുണ്ട്. അതിനോട് താലിബാൻ ഗവൺമെൻറ്റിന് എതിർപ്പുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വര അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി അതുമാത്രമല്ല, താലിബാനിലെ മെജോറിറ്റി അഫ്ഗാനിസ്ഥാനിലെ പത്താന്മാരാണ്, അല്ലെങ്കിൽ പഷ്തൂൺമാർ. അപ്പോൾ പഷ്തൂണുകൾ പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ രാജ്യങ്ങൾക്കപ്പുറം അവർക്ക് വംശീയപരമായ ബന്ധങ്ങളുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്. ഇനി അതുമാത്രമല്ല, ഈ പാകിസ്ഥാനിൽ വർക്ക് ചെയ്യുന്നൊരു താലിബാനുണ്ട്. പാകിസ്ഥാൻ്റെ ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന തെഹ്രീക്ക താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയും. അവർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ പൊരുതുന്നൊരു സംഘടനയാണ്. അപ്പോൾ അവർക്ക് സഹായം കിട്ടുന്ന എവിടെ നിന്നാണ്? അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ തെഹ്രീക്ക താലിബാൻ പോരാളികളെ സഹായിക്കുന്നു പാകിസ്ഥാൻ പരാതി പറയുന്നുണ്ട്. അത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ തെഹ്രീക്ക താലിബാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഭയങ്കര ഭീകരാക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം പെഷവാർ സ്കൂള് അങ്ങനത്തെ ആക്രമണമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാൻ ഒരു അഫ്ഗാൻ ദേശീയതയുടെ എലമെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനായിട്ട് അവർക്ക് പണ്ട് പാകിസ്ഥാൻ്റെ കീഴിൽ നിന്ന പോലെ അവരല്ല. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഉടക്കാൻ വരെ റെഡി ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർ കയറിയപ്പോൾ തന്നെ അതിർത്തിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാനിലെ തെഹ്രീക്ക താലിബാനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അതിർത്തിപരമായിട്ട് പലപ്പോഴും വെടിവെപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് അതിർത്തി സീൽ ചെയ്യുന്നുണ്ട്. അതിനെ താലിബാൻ എതിർക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും താലിബാൻ്റെ പോരാളികൾ പാകിസ്ഥാൻ്റെ ബോർഡർ പോസ്റ്റൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. അഫ്ഗാൻ അഭയാർത്ഥികൾ തിരിച്ചയക്കുന്നുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ ഇതെല്ലാം അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, റീസെൻ്റ്ലി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് അവർ തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടു. കുറേ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെയും താലിബാൻകാരെയും കൊന്നു. താലിബാൻകാർ പാകിസ്ഥാൻ്റെ മിലിറ്ററി പോസ്റ്റ് കയറി ആക്രമിച്ചു. കുറേ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് വന്നാലും ഈ യുദ്ധം 2 ഡിഫറെൻറ്റ് പാർട്ടീസാണ്. പാകിസ്ഥാന് ശക്തമായൊരു സൈന്യമുണ്ട്, ന്യൂക്ലിയർ പവറാണ് അവിടെ നോക്കുവാണെങ്കിൽ. അഫ്ഗാനിസ്ഥാൻ കുറച്ചും കൂടി ഒരു വീക്ക് ആർമിയെന്ന് പറയാം. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ എത്ര വീക്ക് ആർമിയാണെങ്കിലും അവർ വലിയ അധിനിവേശക്കാരെ പരാജയപ്പെടുത്തിയതാണ്. ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഇപ്പോഴുള്ള യുദ്ധം, ചില റിപ്പോർട്ടുകൾ വരുന്നത് ഈ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞ ഭാഗം പാകിസ്ഥാൻ സൈന്യം പിടിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ്. പിടിച്ചു എന്നും അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്. പാകിസ്ഥാൻ വക്കാൻ കോറിഡോർ പിടിച്ചാൽ പാകിസ്ഥാനും മധ്യേഷ്യയായിട്ട് കണക്ഷൻ കിട്ടും. നമുക്ക് കാണാം
പാകിസ്ഥാന് തജിക്കിസ്ഥാനിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള സ്ഥാനുകളിലേക്കും തുടർന്ന് റഷ്യയിലേക്കും യൂറോപ്പിലേക്കും വരെ പോകാവുന്ന ഒരു ലോജിസ്റ്റിക്കൽ റൂട്ടിൻ്റെ കൺട്രോൾ കൈവരും. അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഗുണമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് തന്ത്രപരമായിട്ട് അത്ര നല്ലതല്ല. അതുമാത്രമല്ല, ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ പാകിസ്ഥാന് കൂടുതൽ ലിവറേജ് കിട്ടും. കാരണം ബോർഡർ കൺട്രോൾ ചെയ്യുന്ന പാകിസ്ഥാൻ ആയതുകൊണ്ട് ചൈനയുടെ അടുത്ത് പലതും ആവശ്യപ്പെടാൻ പാകിസ്ഥാന് പറ്റും. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ പല അഡ്വാൻറ്റേജ് കണ്ടിട്ട് ഇപ്പോൾ വക്കാൻ കോറിഡോർ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ വക്കാൻ കോറിഡോർ നോക്കുവാണെങ്കിൽ ചൈനയ്ക്കും ഇവിടെ ആശങ്കകളുണ്ട്. ഒന്ന്, ചൈനയുടെ ക്സിൻജിയാങ് എന്ന് പറഞ്ഞ പ്രവിശ്യയുണ്ട്. അവിടെയുള്ള വിഭാഗമാണ് തുർക്കിക് വംശജരായ ഉയ്ഗൂർ മുസ്ലിങ്ങൾ. അപ്പോൾ ചൈന ഇവിടെ വളരെയധികം ആധുനികവൽക്കരണവും സാമ്പത്തിക പുരോഗതിയും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ചൈനയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഉയ്ഗൂറുകളുടെ ചില കേസിൽ ചില അതിൽ നവോത്ഥാനമൊക്കെ ഉണ്ടെങ്കിലും ചില കേസിൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചമർത്തുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്കെതിരെ പൊരുതുന്ന ഉയ്ഗൂർ റിബൽ ഗ്രൂപ്പുകളുണ്ട്. അതിനാണ് ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ്, അതുപോലെ തുർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്നൊക്കെ പറയും. അപ്പോൾ അവർ വളരെ വളരെ ഭീകരന്മാരാണ്, വളരെ പ്രശ്നക്കാരാണ്. ഞാനിത് പറയാൻ കാരണം ഈ ചൈനയിൽ നിന്നുള്ള ഉയ്ഗൂർ ഭീകരന്മാർ പല ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളിൽ ചേർന്ന് പാകിസ്ഥാൻ വഴി പിന്നീട് തുർക്കിയിലേക്ക് പോയി. ഇവർ പിന്നീട് സിറിയയിൽ ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയ്ഗൂർ ഭീകരന്മാരുടെ ഗ്ലോബൽ കണക്ഷൻ ഭയങ്കരമാണ്. അവർക്ക് അൽഖ്വയ്ദയായിട്ടും ഈവൻ ഐസിസ് ആയിട്ടും വരെ ബന്ധമുണ്ട്. അങ്ങനെ വലിയൊരു സെക്യൂരിറ്റി ത്രെറ്റാണത്. അപ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ ആശങ്ക ഈ അഫ്ഗാനിസ്ഥാനിൽ ഉയ്ഗൂർ ഭീകരന്മാർ ട്രെയിൻ ചെയ്ത് വക്കാൻ കോറിഡോർ വഴി ചൈനയിലേക്ക് വരുമെന്നാണ്. അങ്ങനെ വന്നാൽ ചൈനയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇനി ഇതുമാത്രമല്ല, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പാകിസ്ഥാനിൽ കൂടെയാണ് പോകുന്നത്, പാക് അധീന കാശ്മീരിൽ കൂടെയാണ് പോകുന്നത്. അവിടെ കൂടെ വലിയ ഹൈവേ ഉണ്ട്, കാരക്കോറം ഹൈവേ, റോഡൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഉയ്ഗൂർ ഭീകരന്മാർ ആക്റ്റീവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതവർക്ക് തടയാൻ പറ്റും. അതും ഒരു ചൈനയ്ക്കൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉയ്ഗൂർ ഭീകരർ അഫ്ഗാനിസ്ഥാനിൽ ശക്തി ആർജിക്കണം ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ്. അപ്പോൾ ചൈനയ്ക്കാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പൂർണ്ണമായിട്ടും വിശ്വാസമില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ വക്കാൻ കോറിഡോർ വഴി അവർ വരുമെന്ന് ചൈന പേടിക്കുന്നുണ്ട്. അങ്ങനെ വക്കാൻ കോറിഡോർ ചൈനയ്ക്കും വളരെ പ്രാധാന്യമുള്ള റൂട്ടാണ്. ഇനി പാകിസ്ഥാൻ വക്കാൻ കോറിഡോർ പിടിച്ചു എന്നൊരു കണ്ടീഷൻ കരുതുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളോ സ്ഥിരമായിട്ട് മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായിട്ട് താല്പര്യങ്ങളാണുള്ളത്. രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിലെ വേറെ റൂളാണ് എനിമി ഓഫ് മൈ എനിമി ഈസ് മൈ ഫ്രണ്ട്. എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമാണ്. അപ്പോൾ പണ്ട് ചാണക്യൻ്റെ മണ്ഡല തിയറി പറഞ്ഞു, ഒരു രാജ്യത്തിന് അയൽ രാജ്യം ശത്രുവായിരിക്കും, അയൽ രാജ്യത്തിന് അപ്പുറമുള്ള രാജ്യം മിത്രമായിരിക്കും. അപ്പോൾ അതാണ് ജിയോ പൊളിറ്റിക്സ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് അയൽ രാജ്യമായ പാകിസ്ഥാനോട് അതിർത്തർക്കമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ അയൽ രാജ്യമായ പാകിസ്ഥാനായിട്ട് അതിർത്തർക്കമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു ആയ താലിബാൻ നയിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു മിത്രമാവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്ത്യക്ക് സഹായിക്കാം. സൈനികപരമായി ട്രെയിനിങ് കൊടുത്ത് മൗണ്ടൻ വാർഫെയറിലും സ്നോ വാർഫെയറിലും അതുപോലെ ചെറിയ ലെവൽ വെപ്പൺസ് കൊടുത്താൽ താലിബാൻ ശക്തമായിട്ട് പാകിസ്ഥാനെ പ്രതിരോധിക്കും. അപ്പോൾ ലോജിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നോക്കാം. നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ പൊക്കത്തുള്ള തജിക്കിസ്ഥാനിലെ എയർബേസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫാർക്കോർ എന്നൊരു എയർബേസ് ഉണ്ട്, അവിടെ ഒരു എയർ ഡ്രോം ഉണ്ട്. പണ്ട് അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് താലിബാൻ വിരുദ്ധ പോരാളികൾ നമ്മൾ ആ എയർബേസ് വഴി സഹായിച്ചിരുന്നു. അവരെയൊക്കെ ലിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, അവർക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്നു. അപ്പം നമ്മൾ ആ എയർബേസ് പുതുക്കുവാണെങ്കിൽ നമുക്ക് തജിക്കിസ്ഥാൻ വഴി ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പട്ടാളക്കാരെ സഹായിക്കാം. അങ്ങനെ സഹായിച്ച് അവർക്ക് അത്യാവശ്യം ട്രെയിനിങ്ങും ആയുധങ്ങളും കൊടുത്താൽ പാകിസ്ഥാൻ ഈ വക്കാൻ പിടിച്ചാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അവരോട് പൊരുതാൻ പറ്റും. അങ്ങനെ പൊരുതിക്കൊണ്ടിരുന്നാൽ പാകിസ്ഥാന് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അതൊരു വലിയ ട്രാപ്പായിരിക്കും. പാകിസ്ഥാൻ ഒരു വലിയ ട്രാപ്പിൽ തന്നെ പെട്ടുപോകും അങ്ങനെയാണെങ്കിൽ. കാര്യം വലിയ കാര്യത്തിന് നമ്മുടെ വക്കാൻ കോറിഡോർ പിടിക്കുകയും ചെയ്തു, പക്ഷേ താലിബാൻ്റെ ശക്തമായ എതിർപ്പുണ്ടാവും. അങ്ങനെ വന്നാൽ പല കൊല്ലങ്ങളോ അല്ലെങ്കിൽ ഈവൻ ഡീക്കേഡ്സ് വരുന്നൊരു ചെറിയ യുദ്ധം ആ ഏരിയ വരാം. അതൊരു ഇൻസർജൻസി മോഡൽ യുദ്ധമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ താലിബാൻ വളരെയധികം പരിശീലനം ശ്രദ്ധിച്ച ഒരു പട്ടാളക്കാരാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന് സത്യം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ അകത്ത് പാകിസ്ഥാൻ സൈന്യം ബ്ലീഡാവും. അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വലിയ ഡിവിഷൻ സൈനികരെ അവരുടെ പടിഞ്ഞാറൻ അതിർത്തി വെക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അവരുടെ കിഴക്ക്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സൈനിക വിന്യാസം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്നുള്ള ഭീഷണി കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ കാശ്മീരിലെ കൂടുതൽ കൺട്രോളും പവറും കിട്ടും. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് പോസിബിൾ ആണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. പലപ്പോഴും നമ്മൾ അലയൻസുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മ്യൂച്വൽ ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ നാളെ വക്കാൻ കോറിഡോർ പിടിച്ചാൽ അത് ഇന്ത്യക്ക് ഒരുപക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പാകിസ്ഥാൻ എല്ലാ കാലവും എങ്ങനെയാണോ അമേരിക്കയെ റഷ്യക്കാർ വിയറ്റ്നാമിൽ പിടിച്ചിട്ടത്,
അല്ലെങ്കിൽ എങ്ങനെയാണോ സോവിയറ്റ് യൂണിയൻകാരെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചിട്ടത്, അതുപോലെ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ഒരു ട്രാപ്പ് വയ്ക്കും. അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ ജിയോ പൊളിറ്റിക്സും ഇൻ്റർനാഷണൽ റിലേഷൻസും ചർച്ച ചെയ്യുന്ന സുഹൃത്തുക്കളും വാട്സാപ്പ് ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളുണ്ടെങ്കിൽ അവിടേക്ക് ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക. വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ എന്നാൽ.